ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഗ്രാനിയാണ് കളിക്കാൻ പോകുന്നത്. ഗ്രാനി ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1നെ കുറിച്ച് ഞാൻ കളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചാപ്റ്റർ 1 ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ ചാപ്റ്റർ 2 ആണ് കളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാവുകയും ചെയ്യും കാണുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റി ഹൈ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗ്രാൻഡ് പാനെയാണ് ആഡ് ചെയ്യുന്നത്. ഗ്രാനി ഉണ്ടെങ്കിൽ, അതായത് ചില ആൾക്കാർക്ക് ഇത് കളിച്ച ആൾക്കാർക്ക് ഈസി ആയിരിക്കും, പക്ഷെ നമ്മളിപ്പോൾ ഗ്രാനിനെ ഇടുന്നില്ല. നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബോത്ത് ഇട്ടിട്ട് കളിക്കും. ഗ്രാൻഡ് പാ ആൻഡ് ഗ്രാനി ഇവർ രണ്ട് പേരുള്ള ഗെയിം പ്ലേ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇടുന്നത് ഗ്രാൻഡ് പാ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നമ്മൾ നോർമലിലാണ് ഇടുന്നത്. എക്സ്ട്രീമിലൊക്കെ ഇട്ടാ എൻ്റെ പൊന്നോ, നമ്മളൊക്കെ എവിടെ ഉണ്ട് എന്നുള്ളത് നേരത്തെ അറിയുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഞാനിത് ഇവിടെ വെക്കുകയാണ്. ഓക്കെ, ഇതായിരിക്കും ഒന്നുകൂടെ കംഫർട്ട് ആവുക നമുക്ക്. അപ്പൊ ഡേ 1 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കണ്ട ആരും. അപ്പോൾ നമ്മുടെ സ്കാരി ടീച്ചർ വീഡിയോക്ക് നല്ല വ്യൂ കയറിയോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സപ്പോർട്ടും കാര്യം എല്ലാവരും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ആ ഒരു വീഡിയോനകത്ത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നല്ല രീതിയിലുള്ളൊരു ബെനഫിറ്റ് ഉണ്ടായേനെ. കാരണം അത് 600 സംതിങ് ആൾക്കാർ ഇപ്പോൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. കണ്ട പാടെ ഗ്രാൻഡ് പാ ഇളകി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടിയിക്ക് പോവാം, അതായിരിക്കും സേഫ്. ഗ്രാൻഡ് പാ വന്നു കഴിഞ്ഞാൽ സീനാവും. വരുന്നുണ്ടോ? ഗ്രാൻഡ് പാ ഇങ്ങോട്ട് വരൂല. നമ്മൾ ആ റൂമിനകത്താണെന്നായിരിക്കും ഗ്രാൻഡ് പാ കരുതിയിട്ടുണ്ടാവുക. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. ഗൈസ്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. അയാൾ വരുമ്പോൾ ഒരുമാതിരി ആഹാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പുള്ളി പോയോ? പോയി എന്ന് കരുതാം. പോയില്ലേ? എന്തായാലും ഇവിടെ എവിടെയും കാണാനില്ല. ഇനി നമുക്ക് മേലേക്ക് പോവാം. സത്യം പറഞ്ഞൊരു ചെറിയ പേടിയുണ്ട്. കാരണം ഇയാളെ കൊണ്ട് ഇത് വലിയ ഇടങ്ങാറായാലും ഇയാളൊട്ട് പോവൂല. ഇയാള് നമ്മളെ തപ്പി നടക്കുകയാണോ? എനിക്കറിയായിട്ട് ചോദിക്കുക. നമ്മളെ തപ്പി നടക്കുക. നമ്മള് ഇതിനകത്തൊക്കെ എന്തൊക്കെ സാധനം ഉണ്ട് കേട്ടോ. നമ്മൾ ബോട്ട് വഴി രക്ഷപ്പെടണോ ഡോറ് വഴി രക്ഷപ്പെടണോ എന്നാണ് ആലോചിക്കുന്നത്. കാരണം ഏത് സാധനം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ആണ്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഹെലികോപ്റ്ററിനകത്തൂടെ പോകണമെങ്കിൽ കുറേ സാധനം വേണം ഗൈസ്. അത് ബുദ്ധിമുട്ടാവും. ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ആവും. നമുക്ക് ലെങ്ത് അധികം ആവാനും പാടില്ല. എന്നാൽ നിങ്ങൾക്ക് നല്ല എന്റർടൈൻമെന്റ് വേണം. ഗണ്ണ് കിട്ടിയ ഇയാളെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിച്ചു ആദ്യം തന്നെ. നമുക്ക് എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്യണമല്ലോ. ഇയാള് കണ്ടതാ. ഇയാള് മോന്ത കാണുമ്പത്തിന് ദേഷ്യം വരും ഗൈസ്. ഇയാളെ മുഖം ഗ്രാനിന്റെ കുറച്ച് ഭേദം. ഇയാൾ ഒരുമാതിരി ചിറി പോലും. എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക മറക്കണ്ട. അങ്ങനെ ഡേ 2 ആയിട്ടുണ്ട്. നമ്മൾ വിട്ടുകൊടുക്കൂല ഗൈസ്, അത് വേറെ കാര്യം. നമ്മൾ വിട്ടുകൊടുക്കൂല. അപ്പാപ്പനല്ല, അയാളെ അപ്പം വന്നാലും നമുക്ക് പേടിയൊന്നുമില്ല. എന്നാലും ചെറിയൊരു പേടിയുണ്ട്. അതല്ല, അങ്ങനെയല്ല. പുള്ളിനെ എവിടെയും കാണാനില്ല. അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ തപ്പാം. ഇവിടെ എവിടെയും ഒന്നും ഇല്ല. ഇയാൾ എവിടെയും ഒന്നും വെക്കാണ്ട് നടക്കണ ഒരു കിഴങ്ങനാണ്. ഓക്കെ, ഇത് നമ്മുടെ ബോട്ടിന്റെ സാധനമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ബോട്ടിന്റെ ഒരു സാധനം ഫൈനലി ലഭിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് പാ വന്നാൽ ഊമ്പി, വേറെ കാര്യം. ഗ്രാൻഡ് പാ ഒരുമാതിരി സ്വഭാവമാണ് കാട്ടുന്നത്. ഇയാൾ എവിടെയാണ്? മേലെയാണോ? അയ്യോ, അവിടെ കിടന്ന് ഉറങ്ങാടാ. പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മളിനി അതുവഴി ചെന്നാൽ എന്തായാലും തൂക്കും. പുള്ളി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് പണികൾ വേഗം കഴിക്കാം. ഇതുകൊണ്ടുള്ള ഗുണം ഡോറിൻ്റെ ആണ്. നമ്മളെല്ലാ വഴിയും നോക്കണമല്ലോ. അതുകൊണ്ടാണ് ആ കിഴങ്ങൻ ഇപ്പൊ എണീറ്റ് വരും. അയാൾ അത്ര പേടിയൊന്നുമില്ല. പക്ഷെ
ഗ്രാനി എൻ്റെ പൊന്നോ പെട്ടെന്ന് അങ്ങ് വരും, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ബോട്ടിന്റെ കീ കിട്ടി. അയ്യോ പിടിച്ച് ഗൈസ്. അയാൾ അത്ര പേടിയൊന്നുമില്ല, പക്ഷെ പിടിച്ച് തേഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഗൈസ്, സത്യം അല്ല പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയല്ല, അതായത് നമ്മള് എന്തായാലും സാധനങ്ങൾ എടുക്കുമ്പോ അയാൾ എണീറ്റ് മേലേക്ക് വരും, ആ സാധനം എടുക്കാം. എന്തായാലും ഇതിപ്പോ നമുക്ക് കൊണ്ട് വെക്കാം. ഒന്നും വേഗം ചെയ്യാതിരിക്കരുത്, പെട്ടെന്ന് പരിപാടി കഴിക്കാം. ഗ്രാനി ഗെയിമിംഗ് പാർട്ട് 3, അതായത് ഗ്രാനിയുടെ ചാപ്റ്റർ 2 വേണോ എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഗ്രാനിയുടെ ചാപ്റ്റർ 1 കളിക്കണമെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഇനി വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. നിങ്ങൾ ഏത് ഗെയിം ആണ് ഏറ്റവും കമന്റ് ചെയ്യുന്നത്, ആ ഒരു ഗെയിം നമ്മൾ കളിക്കുന്നതായിരിക്കും. ഇയാളെ കൊണ്ട് വലിയ ഇടങ്ങാറാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഷോക്ക് പോയി. ഇനി നമുക്ക് ആ ഗ്രില്ല് മേലേക്ക് പൊക്കണം. ഇയാള് വരുമോന്നാണ്, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ വരും. നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് സർവൈവ് ആവണമെങ്കിൽ സ്റ്റൺ ഗണ്ണ് കിട്ടണം, എന്നാലേ അയാൾ വരുമ്പോൾ നമുക്ക് നൈസിൽ അവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. പണ്ടാൽ ഈ ഡോറ് തുറന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ സാധനം ഏതിൻ്റെ കിട്ടണേന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യാം. ഇനിയിപ്പം മേലെ പോയ അയാൾ പിടിക്കൂലേ, പുള്ളി ഇവിടെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കട്ടിലിൻ്റെ അടിയിൽ പോയിരിക്കാം. പോവാണെങ്കിൽ രക്ഷപ്പെട്ടു. ഓക്കെ ഗൈസ്, പുള്ളി പോകുന്നുണ്ട്. നമുക്ക് സുഖമായി. പന്ന കിളവ ഒന്ന് ഇറങ്ങി പോതണ്ടേ, കാണാനുമില്ല. ചിലപ്പോൾ ആ ഗ്രാനിന്റെ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാവും. അയാൾക്ക് ഗ്രാനിയായിട്ട് ഒടുക്കത്തെ സ്നേഹമാണ്. അയ്യോ ഗൈസ്, ഒരു മിനിറ്റ്, ഈ സാധനം ഇങ്ങോട്ട് നീക്കണം. നമുക്ക് ഇരിക്കണമെങ്കിൽ അത് നീക്കണം. ഇവിടെ നമ്മുടെ പെട്രോൾ ഇരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ബോട്ട് തന്നെ ഉറപ്പിക്കാം. ബോട്ടിന്റെ കീ ആയി, പെട്രോളായി. ബോട്ടിന്റെ എല്ലാം കഴിഞ്ഞില്ലേ? ഇല്ല, സ്റ്റിയറിംഗ് ഉണ്ട് അല്ലേ? സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ, ഇയാളെ കാണാനൊന്നുമില്ല. നമുക്ക് വേഗം പരിപാടി കഴിക്കാം. എന്തായാലും ഈ സാധനങ്ങളൊന്നും തട്ടിടാൻ പാടില്ല. സ്റ്റൺ ഗൺ ഇല്ല ഗൈസ് ഇതിനകത്ത്. അല്ല, സ്റ്റൺ ഗൺ ഇവിടെ ഒന്നും കാണാനില്ല. ഇതെന്തായാലും തുറന്നിടാം. ഇനി ഇയാളെങ്ങാനും ഇതുമായി കയറി വരുമോ? ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ. ഇതിനകത്തൊന്നുമില്ല. ഇതെന്തിന്റെ? ഓ, അവിടെ എന്തെങ്കിലും ഉണ്ടാവും. ആ വെള്ളം കളഞ്ഞ അയാളുടെ കയ്യിലാണ്. നമുക്ക് ചെയ്യേണ്ടത് സ്റ്റൺ ഗൺ കിട്ടണം. ഇതെന്താ? വെപ്പൺ കീ. ഓ ഗായ്സ്, സ്റ്റൺ ഗൺ എന്തിനാ? സ്റ്റൺ ഗൺ നമുക്ക് എന്തിനാ ഗായ്സ്? അതുക്കും മേലെയല്ലേ നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നേ. വേണ്ട, അവിടെ അയാൾ ചിലപ്പോൾ കിടക്കണ്ടല്ലോ. ബാത്റൂമിൽ ഇറങ്ങാം, അതാണ് ഒന്നുകൂടെ സേഫ്. അതാവുമ്പോ പെട്ടെന്നുണ്ട്. ഇവിടെ എങ്ങാനും അയാൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ വലിച്ച്. ഓക്കെ, നമുക്ക് വേഗം ഇതിനകത്ത് കയറാം. ഓ ഗായ്സ്, നമ്മുടെ സാധനം കിട്ടി. ഇനി ഒന്നിനെ വെറുതെ വിടൂല ഗൈസ്. അയ്യോ, ഒന്നൊന്നുമില്ല, ആകെ ഒരാളുള്ളൂ. ആ കിഴങ്ങനെ എവിടെ നിന്നപ്പോ ആ കിഴങ്ങിന് നമ്മളെ വന്ന് കൊല്ലണം. വെപ്പം കിട്ടിയപ്പോ പോയോ, ഞാൻ പേടിച്ച്. എടോ വെച്ചടാ ഞാന്. അയ്യേ ഗായ്സ്, എടാ വെടി വെച്ചാണ് ഇല്ലാണ്ടായി. എടാ ഞാൻ വെടി വെച്ച് പെട്ടെന്ന് അയാളെ കണ്ടപ്പോ ഷോക്കായി. ഞാൻ സൈഡിൽ നിന്ന് എവിടുന്നേലും വരുന്നിരുന്നപ്പോ സാരല്ല, ഇയാള് പോവുള്ളൂ. ഈ വെടി ഒറ്റ ബുള്ളറ്റും ഉണ്ട്, ഞാനും ഉണ്ട്. എന്തായാലും അയാളെ നമുക്ക് തൽക്കാലം ഒന്ന് ഉറക്കിയാലേ നമുക്ക് സാധനം കിട്ടുള്ളൂ. അതായത് എന്താ പറയാ, പുള്ളിനെ ഇയാൾ ഇവിടെ ഇല്ലല്ലോ എന്റെ പൊന്നോ. ഓക്കെ, ഇവിടെ ബുള്ളറ്റ് ഇരിക്കണ്ടല്ലേ? പുള്ളി വന്നിട്ടില്ല. CCTV നോക്കാനാണെങ്കിൽ പുള്ളിയുടെ കയ്യിലെ ഗണ്ണ്, മറ്റേത് വെപ്പൺ സാധനം, എന്താ പറയാ, സെക്യൂരിറ്റിക്ക്
അത് കിട്ടണമെങ്കിൽ പുള്ളിനെ ഉറക്കണം. പുള്ളിയാണെങ്കിൽ പെട്ടെന്ന് വന്ന് അടിക്കും. ഇപ്പൊ തന്നെ ഡേ 3 ആയിട്ടുണ്ട്. എന്തേലും ശബ്ദം ഉണ്ടാക്കേണ്ടി വരും നേരത്തെ പോലെ. എന്തായാലും പുള്ളീനെ ഇവിടെ കാണാനില്ല. നമുക്ക് ശബ്ദം ഉണ്ടാക്കാം. മേലെ എന്തായാലും ഇല്ല. ഉണ്ടെങ്കിൽ പുള്ളി വരും. കുറച്ച് ഇങ്ങോട്ട് നിൽക്കാം. കറക്റ്റ് ഉന്നം കൊടുക്കാം. ഉന്നത്തിൽ വെടി വെക്കാം. പുള്ളി എവിടെടാ? നമ്മൾ ശബ്ദം ഉണ്ടാക്കിയല്ലേ, പുള്ളീനെ കാണല്ല. ഇയാളിത് എവിടെ പോയി? മേലില്ല, അടിയിലും ഇല്ല. ഏറ്റവും അടിയിലോ? ആ ബോട്ടിന്റെ അവിടെ പോയോ? വരുന്നുണ്ട്. എന്താണ് ഗ്രാൻഡ് പാ? വായോ വായോ. വാടപ്പന്ന. ദേഷ്യം തീർന്നില്ല. ഒരു വടിയും കൂടി വെക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഗണ്ണ് കിട്ടി. സെക്യൂരിറ്റി കീ കിട്ടിയിട്ടുണ്ട്. അത് നേരെ പോയി സെക്യൂരിറ്റി കീ ഉപയോഗിച്ച് ഇത് തുറന്ന് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? സേഫ് കീ. എൻ്റെ പൊന്നെ, ഇത് സൈനാണ്. സേഫ് കീ ഇടാത്ത എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും ബോട്ട് വഴിയാണ് രക്ഷപ്പെടേണ്ടത്. ബോട്ട് വഴിയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. എന്തായാലും ഒറ്റ മിനിറ്റ് ആണ് അപ്പാപ്പ ഇല്ലാതിരിക്കുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെടണം. ഇതെന്താ? ഓക്കെ, നമ്മുടെ വാതിലിന്റെ ഹാൻഡിൽ ബാർ കിട്ടിയിട്ടുണ്ട്. ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കിട്ടാൻ എന്താണ്? ഇനി ബോട്ടിന്റെ പെട്രോൾ ടാങ്ക് കിട്ടി. ഇത് അടി കൊണ്ടുപോയിടാ. പിന്നെ സ്റ്റിയറിംഗ് ആയി. ഇവിടെ എല്ലാതുമായിട്ട് ബോട്ട് വഴി രക്ഷപ്പെടാം. കാരണം കൂടുതൽ ഒരു 80% സാധനം കിട്ടിയത് ബോട്ടിന്റെ ആണ്. ഇതാണ്ട് ബോട്ടിന്റെ ചാവിയായി, പെട്രോളായി, പിന്നെ സുനായി. ഇനി ബോട്ടിന്റെ ഹാൻഡിൽ ബാർ കൂടെ ഹാൻഡിലും കൂടെ കിട്ടാണ്ട്. ഇനിയിപ്പോ അറിയില്ല. ഈ ഗ്രാനിയുടെ എന്തോ സ്റ്റോറി എന്തോ ഞാൻ കണ്ടിരുന്നു ഇപ്പൊ അടുത്ത്. ഓക്കെ, നമുക്ക് ഈ സാധനം എവിടെ വെക്കണ്ടേ? നമ്മുടെ ഒരു ക്യാമറ ഓണാക്കും ചെയ്ത് നടുവിൽ വെച്ച് കളിക്കേണ്ട കോലമാണ്. കാരണം നമുക്ക് എല്ലാ ഭാഗവും ആവശ്യം വരുന്നുണ്ട്. ഇതെന്താ? അയ്യോ, ടാപ്പ് ഒരു ഗുണമില്ല ഗൈസ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ടാപ്പ് കൊണ്ട് വലിയ ഗുണമില്ല. അത് ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടേണ്ടതാണ്. ഇനി ഇതിന്റെ ചാപ്റ്റർ 2 തന്നെ. ഓക്കെ ഗൈസ്, കിട്ടി. സാധനം കിട്ടി. ഓക്കെ, വേഗം വിടാം. ഇനി അയാൾ എണീറ്റിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പുള്ളി എണീറ്റിട്ടുണ്ടാവും. നമ്മൾ പോകുമ്പോഴത്തേന് അയാൾ അടിക്കും. നല്ല ചാൻസ് ഉണ്ട്. അതെന്റെ സ്വഭാവമാണത്. എന്തായാലും ഇവിടെ ഇനി ഞാൻ വെറുതെ ഇനി കൊടുക്കാൻ പാടില്ല ഗൈസ്. ഇനി ചാപ്റ്റർ 3 ആയതാണ്. ഇനി അധികം പുള്ളിനെ വരുത്താൻ ആ ഡോറ് കുറ്റിയിടുമ്പോഴേക്കും പുള്ളി കയറി വരും. അത് വേണ്ട. എന്തായാലും പുള്ളി അതുവഴിയല്ലേ കയറി വരുള്ളൂ. നമുക്ക് ഈ വഴി പോവാം. പുള്ളി അതുവഴി കയറി വരുമ്പോഴത്തേന് നമുക്ക് ഈ വഴി അടിയിലേക്ക് ഇറങ്ങാം. ഇത്തരം എന്താണെന്നറിയോ? നമുക്ക് ഒരേ സമയം ഒറ്റ സാധനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ കയ്യിൽ. മറ്റേ സ്കാരി ടീച്ചറിലകത്തൊക്കെ പോലെ കിട്ടുന്ന സാധനമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല. എന്തായാലും ബോട്ടായി. ഇനി ഞാനിത് ഇനി ഇത് വെക്കാം. ഇനി പെട്രോള്, ബോട്ടിന്റെ കീ, ഈ 2 സാധനം കൂടെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് എടുത്താൽ മതി. അപ്പോത്തിന് ഇയാൾ ഇറങ്ങി വരും. നല്ല ചാൻസ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ അതുപോലെ ആയി. ഇനിയിപ്പോ എന്താട്ടുക? ആ കിഴങ്ങം വന്നാ പിന്നെ നമ്മളെ പിടിക്കോ? വേറെ കാര്യം. ആ ഡോർ അടച്ചിട്ടാലോ? ഡോറടച്ചു. ഇനി ഇവിടെ നിൽക്കാം. പുള്ളി പോയാലേ നമുക്കിനി ആ ഒരു സാധനങ്ങളും കൂടി കിട്ടിയാൽ നമുക്ക് സുഖമായി ഈ ഒരു ഗ്രാനി ചാപ്റ്റർ 2 ബോട്ട് വഴി നമുക്ക് എസ്കേപ്പ് ആവാം. ഓക്കെ, അപ്പൊ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 20 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് പുച്ഛം ഉണ്ടാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ സബ്സ്ക്രൈബേഴ്സും നമുക്ക് വിലപ്പെട്ടതാണ്. പുള്ളി പോയോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോ.
ഇല്ല ഇല്ല, കാണാനില്ല. നമുക്ക് നൈസിൽ പോയി പെട്രോൾ എടുക്കാം. ഓക്കെ, പെട്രോള് നമുക്കിനി സമയം കളയണ്ട. പെട്രോൾ ഒഴിക്കുന്ന സമയം കൊണ്ട് പുള്ളി പിന്നെ അടിയിലേക്ക് ഇറങ്ങി വരും. പെട്രോൾ ഇവിടെ ഇട്ടേക്കാം. പുള്ളി എന്തായാലും ഇങ്ങോട്ട് വേഗമൊന്നും വരില്ല, നമ്മളെ കണ്ടാലേ വരുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ചാവി എടുത്ത് നേരെ ചെല്ലാം. ചാവി ഇവിടെ ഇടാം. സാധനം നമ്മൾ ഡോർ അടച്ചിട്ടുണ്ട്. ഇനി സുഖമായിട്ട് നമുക്ക് സാധനം എടുത്തിട്ട് പോവാം. പുള്ളി ഇനി അടിയിലേക്ക് ഇറങ്ങി വന്ന് പിടിച്ച വലിഞ്ഞ് വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ. അപ്പോൾ പെട്രോൾ നിറക്കാം. ഓക്കെ, ഫില്ലായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. എടാ ഒരു കാര്യം കൂടെ ഉണ്ടടാ. എടാ ഇവിടെ ഒരു ലോക്കില്ലേ, ബോട്ട് റെഡി ആയിട്ട് ഈ സാധനം തുറക്കണ്ടേ പണ്ടാരം. ഇനി അത് നമ്മൾ തപ്പി പോകുമ്പോ അയാൾ പിന്നെ എടുത്ത് പുതപ്പിക്കും നമ്മളെ. എടാ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ചാവി ഇവിടെ കിടക്കട്ടെ. വീഡിയോ പരമാവധി ചെറുതാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല. ഓക്കെ, ഗണ്ണ് കിട്ടി. നമുക്ക് അടിയിൽ നിന്ന് പോയി റിലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ആ തന്തപ്പൊടിനെ ഉറക്കി അയാൾ ആ 1 മിനിറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഗണ്ണ് ആ ഒരു സാധനം കണ്ടുപിടിക്കണം. ഇനി ഇയാൾ കുറച്ച് സ്പേസ് വിട്ട് നിൽക്കാം, കാരണം അയാൾ എവിടുന്നാ വരിക പറയാൻ പറ്റൂല. നമുക്ക് ഈ സാധനം തട്ടിയിടാം. ആ ശബ്ദം കേട്ട പുള്ളി എവിടുന്നാ വരികയെന്ന് അറിയില്ല. അടീന്നല്ല, അതാ വരുന്നു. ഓക്കേ, ഒന്ന് വേഗം വാന്റെ കളവാ. കണ്ടില്ലേ ഇയാള്? ഹെഡ് ഷോട്ട്. ചത്ത്. ഈ ഒരു സമയം കൊണ്ട് ഗണ്ണ് ഇവിടെ കിടക്കട്ടെ. നമുക്ക് വേഗം പോയി ആ സാധനം കണ്ടുപിടിക്കണം. മേലെ കൊണ്ടുപോയി വെക്കണം ഡ്രോപ്പ്. ഇനി അടിയിലേക്ക് ഇറങ്ങണം. ഇനി നേരെ പോയിട്ട് എവിടെ കട്ടിംഗ് പ്ലെയർ എടുക്കുക, കാരണം പുള്ളി ഇപ്പോഴാണ് ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിക്കണം. ഇനി സമയം കളയാനില്ല ഗൈസ്, ഒട്ടും സമയം കളയാനില്ല. കാര്യമായിട്ട് എന്തേലും ആ ബോട്ട് സംബന്ധമായി എന്തെങ്കിലും ഇവിടുന്ന് കിട്ടിയ സമാധാനമായി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്ത് ബുള്ളറ്റ് ഇപ്പൊ തന്നെ റീലോഡ് ചെയ്ത് വെക്കാം. അടിയിലേക്ക് പോകുമ്പോൾ എന്തായാലും ആവശ്യം വരും. ഇനി കട്ടിംഗ് പ്ലെയർ നമ്മുടെ ഇത് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇരുന്ന് കട്ട് ചെയ്തു. ഇതെന്താ? യെസ് ഗൈസ്, സമാധാനമായി. ഒരു പ്രത്യേക സന്തോഷം ഗൈസ്, ഒരു പ്രത്യേക സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല, കാരണം അയാള് ഏത് നിമിഷം കയറി വരും. കാരണം അത്രയും ഒരു തന്തയില്ലാത്തവനാണ് അയാൾ. അതുകൊണ്ട് പേടിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, കിളപ്പന് എവിടുന്ന് വന്ന് അടിക്കൂന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് ഒരു പേടി. നമുക്കാണെങ്കിൽ കാലിനൊരു ഞൊണ്ടലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇയാള് സീനാണ്. എന്തായാലും അയാൾ നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന വഴി അടിയിലേക്ക് പോകാം, കാരണം പുള്ളി ഇതുവഴി എന്തായാലും വരൂല. നമുക്ക് അടിയിലേക്ക് പോയി വേഗം ആ ഡോർ അടക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആവാൻ പോവുകയാണ്. വേഗം ചാവി എടുത്ത് വിടുന്ന എസ്കേപ്പ് ആവണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ ആ ചാവി എടുക്കുന്ന സമയം കൊണ്ട് ഇയാൾ വന്ന് എന്നെ കൊന്ന ഗൈസ് അവസ്ഥ. സ്റ്റക്കാവല്ലേ. ഓക്കെ, ഇഞ്ചി സ്റ്റാർട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി അയാൾ അല്ല ഗെയിം കഴിയുമ്പോൾ അതിനെ കാണിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഗ്രാനി ചാപ്റ്റർ 2 ബോട്ട് വഴി എസ്കേപ്പായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വേണമെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാപ്റ്റർ 1 വേണോ, ചാപ്റ്റർ 3 വേണോ, അതോ ചാപ്റ്റർ 2 ഡോറ് വഴി അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴി എസ്കേപ്പ് ആവണോ ഒക്കെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ആയിരുന്നു, ഞാൻ കുറേ ചുരുക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.